ഇതാണ് പള്ളി, സുറപ്പാറ പള്ളി. കുറച്ചൊന്ന് കയറണം, ചെറിയൊരു മലൻ്റെ മുകളിലാണ്. അടിപൊളി വ്യൂ ആണ്. എല്ലാ കൂട്ടുകാർക്കും സുമേഷ് ഏട്ടൻ ട്രാവലിൽ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട് തന്നെയുള്ളൊരു ചർച്ചിലോട്ടാണ് പോകുന്നത്. സുറപ്പാറ ചർച്ച് എന്ന് പറയും, മലമുകളിലാണ് ആ ഒരു പള്ളി. നമുക്ക് ഏതായാലും അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കഞ്ചിക്കോടാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോകാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഓളെന്ന് പറഞ്ഞ് നമ്മളൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നേരെ പോവാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് പുറകുവശത്തുള്ള കാഴ്ചകളാണ്. ആ കാറ്റാടി യന്ത്രങ്ങളും മറ്റുമൊക്കെ. ഞാനെന്താ റണ്ണിങ്ങിൽ വീഡിയോ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, നാട്ടിൻപുറത്തുള്ള റോഡും കാര്യങ്ങളും, അതുപോലെ തന്നെ ചുറ്റും ചെറിയ ചെറിയ വീടുകൾ, കടകൾ, അതുപോലെ എന്താ പറയുക, തെങ്ങിൻ തോപ്പൊക്കെ സൈഡിലുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ പുറത്തുള്ള ആൾ മറ്റേ ടൗണിലൊന്നും ജീവിക്കുന്നവർക്ക് കാണാൻ കിട്ടാത്തൊരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് റണ്ണിങ്ങിൻ്റെ വീഡിയോ കുറച്ചെടുത്തത്. വേണ്ട പനയൊക്കെ നിൽക്കുന്നു, ചെത്തുള്ള പനകളാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് പോവാം. ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ടെടുക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ എത്താനായിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേ ഭയങ്കര എന്താ പറയുക, തമിഴ്നാട് ആ ഒരു ടച്ചിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടാൻ തുടങ്ങി. ഓരോ കടകളിലൊക്കെ ബോർഡുകളൊക്കെ, സൈൻ ബോർഡ് തമിഴിലാണ്. തമിഴ് ആളുകളിനെയൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അന്വേഷിക്കാണ്ട് തന്നെ കറക്റ്റ് സ്പോട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം. അടിപൊളി പ്ലേസാണ്. ഇതാണ് മെയിൻ ഗേറ്റ്. ഒരു സ്കൂളാണ് അകത്ത്. അതിൻ്റെ മുകളിൽ ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് പള്ളിയുള്ളത്. വളരെ അടിപൊളി പ്ലേസാണ്. ഒരുപാട് വലിയ പള്ളിയൊന്നുമല്ല, പക്ഷേ പുരാതനമായിട്ടുള്ളൊരു പള്ളിയാണ്. പഴയൊരു ശൈലിയിൽ, അധികം മോഡിഫിക്കേഷനൊന്നുമില്ല. ആ ഒരു ചുമരും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മുന്നിലൊക്കെ ആയിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. സ്കൂളിലെ ഫ്രണ്ടിലും അതുപോലെ തന്നെ സ്കൂളിലെ ബാക്കിൽ, പള്ളിയുടെ സൈഡിലായിട്ട് തന്നെ നല്ല രീതിയിലുള്ള വലിയ ഗ്രൗണ്ടാണ്. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്, വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ. പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത് സുറപ്പാറ എന്ന് തന്നെയാണ്. മീനാമ്പാറ അതിൻ്റെയൊക്കെ കുറച്ച് ഇപ്പുറമായിട്ട് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോർഡറാണ്. അതായത് തമിഴ് കേരള ഒരു മിക്സിങ് ഇവിടെ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കും. രണ്ടാളുകളെയും നമുക്ക് ഒരുപാട് ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ വഴി ചോദിച്ച് കയറിയപ്പോൾ തന്നെ തമിഴ് സംസാരിക്കുന്ന ആളുകളുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇതാണ് പള്ളി, സുറപ്പാറ പള്ളി. കുറച്ചൊന്ന് കയറണം, ചെറിയൊരു മലൻ്റെ മുകളിലാണ്. അടിപൊളി വ്യൂ ആണ്.
ഫ്രണ്ടിൽ തന്നെ ഒരു സ്കൂള് കാര്യങ്ങളും മറ്റെല്ലാം ഉണ്ട്. സൈഡിൽ പിള്ളേർ കളിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ തമിഴ് ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. വണ്ടികളും കടകളുമൊക്കെ നോക്കുമ്പോൾ തന്നെ എല്ലാം തമിഴ് ബോർഡാണ്. അതുപോലെ തന്നെ മലയാളീസും ഉണ്ട്. KL-70 എന്നൊക്കെ കണ്ടിട്ട് ഒരുപാട് പേരിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ മിക്സഡാണ് കൂടുതലും. ഇപ്പോൾ പള്ളി ഓപ്പൺ ആക്കാനുള്ള സമയമായിട്ടില്ല, കാരണം ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തുള്ള വീഡിയോസൊക്കെ കുറച്ച് സ്ട്രിപ്പുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ പള്ളിയുടെ മുൻവശത്തെത്താനായിട്ട് സാധിക്കും. വളരെ പഴയ രീതിയിലുള്ള പള്ളിയാണ്. ബിൽഡിങ്ങൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Swear I won't forget this, why do I regret this? In my mind reckless, thoughts are feeling endless. Sitting up I'm breathless, anxiety's infectious. I feel so defenseless, betrayed and embarrassed. I hate being open, I hate being broken. I feel like an ocean filled up with emotion. Anger ain't a potion. ഞാൻ പറഞ്ഞില്ല ഇവിടെ കൂടുതലായിട്ടും തമിഴാണെന്നുള്ളത്. അപ്പോൾ പള്ളിയിലെ ലാംഗ്വേജെല്ലാം തമിഴ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ പള്ളിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ സംഭാഷണം എല്ലാം തന്നെ തമിഴിലാണ്. പിന്നെ പള്ളിക്കകത്തോട്ട് കയറുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ക്യാമറയും കാര്യങ്ങളൊന്നും അലൗഡല്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നല്ല അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് വൈകുന്നേരം ആ ഒരു സായാഹ്നത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്കൂൾ കുട്ടികളൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു അന്യായ വ്യൂ തന്നെയാണ്. അപ്പോൾ നമ്മൾ പാലക്കാടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ക്രിസ്ത്യൻ വിശ്വാസികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വഴിയൊക്കെ ഒന്ന് വരാം, കാണാം. അടിപൊളി പ്ലേസാണ്. പിന്നെ വരുന്ന സമയത്ത് റോഡ് കുറച്ച് മോശമാണ്. പാലക്കാട് നിന്ന് വരുമ്പോൾ വളാരെ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് അഹല്യ വില്ലേജ്, ഹെറിറ്റേജ്, അതുപോലെ തന്നെ അവരുടെ സ്കൂളിൽ കണക്ട് ചെയ്യുന്ന വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിലോട്ട് കയറിയിട്ട് ആ വഴി വരാം. എല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചിക്കോട്ട് നിന്ന് നേരെ മീനമ്പാറ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് വഴികളുണ്ട്. ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും. വഴി കുറച്ച് മോശമാണ്. കൂട്ടുകാരെ, നേരം ഇരുട്ടാനായി. നമുക്കിപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് യാത്ര പറയേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രത്യേകമായ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് എനേബിളാക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ അടുത്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ല കട്ട സപ്പോർട്ട് തരിക. നമ്മുടെ എല്ലാ യാത്രയിലും നമ്മോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എൻ്റെ സ്വന്തം ചങ്കാണത്. അപ്പോൾ ഇവനെ ഇഷ്ടമുള്ളവർക്കും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ വ്യൂ ആണ്. ഒരു 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ് കേട്ടോ. മോളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പള്ളി തുറന്നിട്ടില്ല. ഒരു 6 മണിക്ക് 6:30 ശേഷം തുറക്കുള്ളൂ. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന സമയത്ത്. ഏതായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പാലക്കാട്ടിൽ തന്നെ അടുത്തൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമുക്ക് അവരെല്ലാ കൂട്ടുകാർക്കും ബൈ.